ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടൊരു വീഡിയോയാണ്. എന്നാൽ ചെറിയൊരു വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ശ്രദ്ധയോടെ കേൾക്കണേ. നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കയ്യിൽ പ്രധാനമായും കരുതിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതേക്കുറിച്ചാണ് പറയുന്നത്. ഒപ്പം ഈ വീഡിയോയിൽ ഞാനൊരു കൊച്ചു പ്രാർത്ഥന പറയുന്നുണ്ട്. അതും നിങ്ങൾ എഴുതിയെടുത്ത് വേണം, അപ്രകാരം വേണം പ്രാർത്ഥിക്കാൻ. അപ്പം ദീർഘദൂര യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്താറുണ്ടല്ലേ? ഭൗതികമായ വിവിധ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടതെല്ലാം നാം നമ്മുടെ ബാഗിൽ തിരികെ വയ്ക്കും. ഇനിയും എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടാവുമോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കുകയും ചെയ്യും. എന്നാൽ ഇത്തരം യാത്രകളിൽ ഒരു കത്തോലിക്ക വിശ്വാസി ഒരിക്കലും മറന്നു പോകരുതാത്ത ഒന്നുണ്ട്. എന്താണത്? ഹോളി വാട്ടർ. ദീർഘദൂര യാത്രകൾക്ക് പോകുമ്പോഴും ഹോട്ടൽ മുറികളിൽ താമസിക്കാനും സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിവുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊഴിവാക്കാൻ പാടുള്ളതല്ല. എന്തിനാണ് ഹന്നാൻ വെള്ളം അഥവാ ഹോളി വാട്ടർ കയ്യിൽ സൂക്ഷിക്കുന്നത് എന്നല്ലേ പറയാം. ഫാദർ എഡ്വേർഡ് ലൂണിയുടെ വാക്കുകൾ തന്നെ ഞാൻ ഉദ്ധരിക്കാം. അദ്ദേഹം ഒരു വൈദികനായിട്ടും എവിടെ പോയാലും കയ്യിൽ ഹോളി വാട്ടർ കരുതുമത്രേ. അതിൻ്റെ വിശദീകരണമായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തിന്മ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളൊരു ഹോട്ടൽ മുറിയിൽ താമസത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയില്ല അവിടെ അതിനു മുമ്പ് ആരാണ് താമസിച്ചതെന്ന്, അയാൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തിന്മയുമായി അടുപ്പമുണ്ടായിരുന്നോ എന്ന്, ഏതൊക്കെ ബാഗുകളാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന്. പലതരത്തിലുള്ള തിന്മകളുടെ സ്വാധീനം ആ മുറിയിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ആ തിന്മയിൽ നിന്ന് അകലാൻ നമുക്ക് ഹോളി വാട്ടർ തളിച്ച് അവിടം ശുദ്ധിയാക്കേണ്ടതുണ്ട്. തിന്മയെ ഓടിക്കാൻ വളരെ ശക്തിയുണ്ട് ഹോളി വാട്ടറിന്. അതുകൊണ്ട് യാത്രയ്ക്ക് പോകുമ്പോഴും ഹോട്ടൽ മുറികളിൽ താമസിക്കുമ്പോഴും ഹോളി വാട്ടർ കയ്യിലുണ്ടായിരിക്കണം. അത് സ്വയം തളിച്ച് മുറി വിശുദ്ധീകരിക്കണം. ഹന്നാൻ വെള്ളം തളിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. അപ്പം നമ്മളിങ്ങനെ തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതോടെ ആ മുറിയിലുള്ള തിന്മയുടെ ശക്തികൾ അകന്നു പോകുകയും തിന്മ നമ്മെ വിട്ടുപോകുകയും ചെയ്യും. ചില മുറികളിൽ താമസിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കാത്തതും ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. അവിടെയുള്ള തിന്മയുടെ അരൂപിയാണ് അതിന് കാരണം. പിന്നെ ഈ ഹന്നാൻ വെള്ളത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ലഘു പാപങ്ങളെയൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒരു കൂദാശ അനുകരണമാണ് ഈ ഹന്നാൻ വെള്ളം. ഓരോ തുള്ളി ഹന്നാൻ വെള്ളത്തിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആത്മീയ സമ്പത്ത് നിറഞ്ഞു നിൽപ്പുണ്ട്. വൈദികർ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന വഴി വെഞ്ചരിക്കുമ്പോഴാണ് ഹന്നാൻ വെള്ളത്തിന് ഈ ശക്തി ലഭിക്കുന്നത്. ഹന്നാൻ വെള്ളത്തിൻ്റെ പ്രത്യേക ശക്തി മൂലം പല വിധത്തിലുള്ള അപായങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് തീ, കൊടുങ്കാറ്റ്, വാഹന അപകടങ്ങൾ, രോഗങ്ങൾ, പ്രകൃതിക്ഷോഭം തുടങ്ങിയവയിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഹന്നാൻ വെള്ളം ഉപയോഗിക്കുവാൻ സഭ ശക്തമായി നിർദ്ദേശിക്കുന്നു. എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും കത്തോലിക്കർ ഹന്നാൻ വെള്ളം സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അകലെയോ അടുത്തോ ഉള്ളവർക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും പഠനത്തിനൊക്കെയായിട്ട് വിദൂരങ്ങളിലേക്ക് പോകാറുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ മക്കളായിരിക്കണമെന്നില്ല. അവരുടെ പ്രത്യേക സംരക്ഷണത്തിനൊക്കെ വേണ്ടി നമുക്ക് ഈ ഹന്നാൻ വെള്ളം ഉപയോഗിച്ച് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും വിശ്വാസത്തോടും ഭക്തിയോടും നിർമ്മലമായ ആത്മാവോടും കൂടെ ആയിരുന്ന് നമുക്ക് അവർക്കായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ആ പ്രാർത്ഥന നിങ്ങളൊന്ന് എഴുതിയെടുത്തോ കേട്ടോ. നമ്മൾ ഹന്നാൻ വെള്ളം തളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്: കർത്താവായ യേശുവേ, ഈ പരിശുദ്ധ ജലത്താലും അങ്ങയുടെ തിരുരക്തത്താലും എൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ, നമ്മുടെ മക്കളാണെങ്കിൽ മക്കളെവിടെയാണോ അവിടെ അവരിരുന്നു കൊട്ടെ. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് അവരെ ആത്മനാ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് അവർക്കായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ, ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ, അതല്ലെങ്കിൽ മരിച്ചവർക്കാണെങ്കിൽ മരിച്ച വിശ്വാസികളുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹന്നാൻ വെള്ളം തളിക്കുന്ന ഓരോ പ്രാവശ്യവും ഈ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുകയും അതുവഴി ദൈവാനുഗ്രഹം വ്യക്തിയുടെ ശരീരത്തിലും
ആത്മാവിലും ഇറങ്ങി എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും മരിച്ച വിശ്വാസികളുടെ പാപങ്ങളിൽ ഇളവ് ലഭിക്കുകയും ചെയ്യുന്നു. കണ്ടോ, എത്രമാത്രം പവർഫുള്ളാണെന്ന് നോക്കിക്കേ. ഈ ഹന്നാൻ വെള്ളത്തിൻ്റെ ശക്തി മനസ്സിലായ പ്രാർത്ഥന ഒന്നുകൂടെ പറയാൻ. കർത്താവായ യേശുവേ, ഈ പരിശുദ്ധ ജലത്താലും അങ്ങയുടെ തിരുരക്തത്താലും എൻ്റെ, അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്ന അവരുടെ, അല്ലെങ്കിൽ മരിച്ച വിശ്വാസികളുടെ എല്ലാ പാപങ്ങളും കഴുകി കളയണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഹന്നാൻ വെള്ളം തളിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള യാത്രകളിൽ ഹന്നാൻ വെള്ളം ബാഗിലെടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. വീട്ടിലെ കാറൊക്കെ ഉണ്ടെങ്കിൽ കാറിൻ്റെ അകത്തൊരു കുഞ്ഞി ബോട്ടിലാക്കി നമുക്ക് ഈ വെള്ളം സൂക്ഷിക്കാവുന്നതാണ്. വെഞ്ചിരിച്ച ഹന്നാൻ വെള്ളം നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ആത്മീയമായ പോരാട്ടത്തിൽ ശക്തിയുള്ള ആയുധം തന്നെയാണ് ഇത്. അപ്പം നമുക്ക് മറക്കാതിരിക്കുക. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.